ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഗോവ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്തവണത്തെ യാത്രയിൽ 3 പേരും കൂടി എന്റെ കൂടെ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാണ് അടുത്ത ലക്ഷ്യം ഉണ്ടായത്. റെയിൽവേ സ്റ്റേഷന് ബാക്കിലുള്ള ഉടുപ്പി ഹോട്ടലിൽ കയറിയിട്ട് ഇഡ്ലി വടയും പാവ് ബജിയും കഴിച്ചു. ഇവിടെയൊക്കെ നാഴ്ച ഉള്ളതുകൊണ്ട് തന്നെ ചുമരിൽ മൊത്തം നായുടെ പിക്ചറാണ്. ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് വണ്ടി കിട്ടുള്ളൂ, ഒരു ദിവസത്തേക്ക് വണ്ടി കിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നോട്ട് ദ പോയിന്റ്. ഒരു ദിവസത്തേക്ക് വണ്ടി കിട്ടില്ല, 2 ദിവസത്തേക്ക് വണ്ടി കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി തപ്പികൾ നടത്താണ്. അതിന്റെ ഇടയിൽ ഓരോ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബായുടെ കടയിൽ കയറി ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച് നടക്കുമ്പോഴാണ് ആ ബിൽഡിംഗ് പൊളിഞ്ഞുള്ള കാഴ്ച കണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വണ്ടി സെറ്റായി. വിഷ്ണു ആ വണ്ടിയുടെ പുറകിലും ഞാൻ ഈ ചങ്ങായുടെ ബാക്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെന്റ് വണ്ടി കിട്ടുന്ന ലൊക്കേഷനിലേക്കാണ് ഇവർ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് നിൽക്കുന്ന രംഗണനെ പോലത്തെ ഒരാളല്ലേ. അങ്ങനെ ഞങ്ങൾ 600 രൂപ വെച്ച് 2 സ്കൂട്ടിയാണ് റെന്റിന് എടുത്തിട്ടുള്ളത്. വണ്ടി എടുത്ത് പെട്രോൾ പമ്പിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാഴ്ചയും കണ്ടത്. അടുത്ത പമ്പിൽ കയറിയിട്ട് 400 രൂപയ്ക്ക് 2 വണ്ടിയിലും കൂടി പെട്രോൾ അടിച്ചു. അങ്ങനെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ടായി. പോകുന്ന വഴിയിൽ തന്നെ ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. സണ്ണിന്റെ കിസ് അടിക്കാണ്ടിരിക്കാൻ സായി നമ്മുടെ സൺസ്ക്രീൻ വയ്ക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൗത്ത് ഗോവയിലെ കബോഡിറാമ ബീച്ച്. ഞങ്ങൾക്ക് 12 കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയി. പക്ഷേ നല്ല തിരക്കുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണ വഴിക്കൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. കടലിലേക്ക് എത്തിയത് അവിടെ കുറച്ച് കയാക്കിങ്ങിന്റെ ഇത് കണ്ടു. പിന്നെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്താൽ വെച്ചിട്ട് അവിടെ കയാക്കിംഗ് ബോട്ട് അരമണിക്കൂർ 2 പേർക്ക് കൂടിയിട്ട് 500 രൂപയാണ് ചാർജ്. ഇവിടെ ആകെ മുട്ടോളം മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ട് തന്നെ മുങ്ങി മരിക്കൊന്നുമില്ല. പിന്നെ 500 രൂപയ്ക്ക് ഇത് വർത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് മാത്രമാണിത്. പിന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റുമായിട്ട് നമുക്കൊന്ന് ഇടപഴകിയിട്ട് കുറെ മെമ്മറീസും ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നേരെ പോയത് കബോഡിറാമ ഫോർട്ടിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും കുടിച്ചിട്ട് നടന്നുകൊണ്ടേയിരുന്നു. സംഭവം ഫോർട്ടിന്റെ അവിടെ ഒന്നും കാണാനില്ലെങ്കിലും നേരെ പോയത് ഞങ്ങൾ പെബിൾ ബീച്ചിലേക്കാണ്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടും സൗത്ത് ഗോവ ആയതുകൊണ്ടാണോ എന്താ അറിയില്ല, കുറച്ച് തിരക്ക് കുറവായിരുന്നു ഇവിടേക്ക്. പെബിളുകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു ചെറിയ ബീച്ച് തീരം. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയി. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഒരു ഹിഡൻ കേവ് ആണ്. ഗൈസ്, ഞങ്ങളപ്പോ സീക്രട്ട് കേവ് തപ്പിയുള്ള യാത്രയാണ്. തപ്പി തപ്പ സ്ഥലമില്ല. പോളട്ടാണെങ്കിൽ അങ്ങനെ നടക്കണ്. ഞങ്ങൾ കബോഡിറാമ ഫോർട്ടിന്റെ ഇടയിൽ കൂടെയുള്ള ഏതൊക്കെയോ കാട്ടുവഴികളിലൂടെ പോയിട്ട് വ്യൂ പോയിന്റ് അവിടെ എത്തിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ച സീക്രട്ട് കേവിന്റെ അവിടെയല്ല ഞങ്ങൾ എത്തിപ്പെട്ടത്. എന്നാലും ഞങ്ങൾക്ക് മറ്റൊരു മനോഹരമായ വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടം സമ്മാനിച്ചത്. സൗത്ത് ഗോവയിലെ കബോഡിറാമ ഫോർട്ടിലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. ഇത്തരം വ്യൂ പോയിന്റുകൾ കൂടുതലും ഇവിടെ കാണപ്പെടും. അങ്ങനെ ഈ വ്യൂ പോയിന്റിലെ മനോഹാരിത ആസ്വദിച്ച് അടുത്ത സ്ഥലത്തിലേക്കുള്ള യാത്ര തുടർന്നു. സംഭവം എല്ലാ യാത്രയുടെയും കോർഡിനേഷൻ ഞാനായതുകൊണ്ട് തന്നെ ഈ യാത്രയും വലിയ കുഴപ്പമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെയും ഞങ്ങളുടെ വെള്ളം കൂടി തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയൊരു തെങ്ങും പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ചെന്നിട്ട് കടലിന് കുറച്ച് പ്രകൃതി ഭംഗിയും സായാഹ്ന സമയവും ആസ്വദിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് റോഡരിയിൽ നിന്നൊരു ഷവർമ വാങ്ങിച്ചു കഴിച്ചു. വരുന്ന വഴിക്ക് ഇതേ ഒരു മലയാളി ഹോട്ടൽ. പിന്നെ അവിടെ കയറിയിട്ട് ഒരു പൊറാട്ടയും ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ കറിയും വാങ്ങിച്ചു കഴിച്ചു. അപ്പൊ ഞങ്ങള് ഈ ഗോവ ട്രിപ്പ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന്. ഞങ്ങളൊരു ഹാഫ് ഡേ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ട്രിപ്പുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.